ചിങ്ങമാസത്തിലെ പ്രവചനം. അമ്മേ നമസ്കാരം. നമസ്കാരം. സാധാരണ കർക്കിടകം കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു പ്രതീക്ഷയാണ് അടുത്തൊരു പുതുവർഷം. കർക്കിടകത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ മാറുന്ന ഒരുപാട് നക്ഷത്രക്കാർ ചിങ്ങത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഏതൊക്കെ നക്ഷത്രക്കാരാണ് കൂടുതൽ പ്രിക്കോഷൻസ് എന്ന് പറയാം. കർക്കിടകം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മിഥുനം കഴിഞ്ഞ് വ്യസനം കഴിഞ്ഞു, കർക്കിടകം കഴിഞ്ഞ് ദുർഘടം കഴിഞ്ഞു എന്നാണ് പറയാം. അത് അങ്ങനെ ഈ കൃഷിക്കാരെ സംബന്ധിച്ച് അതൊക്കെ ഇപ്പം അങ്ങനെ ദുർഘടമൊന്നുമില്ല. ഇപ്പം എല്ലാ മാസവും ഒരുപോലെയാണ്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരിക്കാണ് നീളം കൂടുതലെന്ന്. നീളം കുറവാണ്. ഫെബ്രുവരി മൂവ്മെൻ്റ് ആവില്ല പെട്ടെന്ന്, പക്ഷെ നീങ്ങില്ല പെട്ടെന്ന്. പക്ഷെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും അതായത് ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം ആരംഭിക്കുന്നതാണ് കർക്കിടകം 1 തുടങ്ങി. ദേവന്മാർക്ക് അന്ന് സന്ധ്യാസമയം പൂജാ സമയം കാര്യങ്ങളൊക്കെയാണ്. ദൈവങ്ങൾ പൂജയും കാര്യങ്ങൾ നടത്തുന്ന സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. ധനുമാസം എന്ന് പറയുമ്പോൾ അവർ കംപ്ലീറ്റ് പ്രഭാതമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കർക്കിടക നമ്മുടെ ഒരു വർഷമാണ് അവർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത്. അതുപോലെയാണ് അങ്ങനെ. അപ്പോൾ ആ കർക്കിടക മാസത്തിൽ നമ്മൾ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം വന്നു. ഈ ദക്ഷിണായനത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കർമ്മങ്ങളുടെ ഗുണങ്ങളാണ് ഉത്തരായനം വരുമ്പോൾ മകരമാസം തുടങ്ങി നമുക്ക് പ്രതിഫലിക്കുന്നത്. അതാണ് സംഗതി. അപ്പോൾ കർക്കിടക മാസത്തിൽ സാധാരണയായിട്ട് എപ്പോഴും നമ്മൾ കർക്കിടക മാസം 31-ാം തീയതി തന്നെ മിഥുനം 31-ന് മിഥുനം 32 ഉണ്ടാവും. നമ്മൾ വീടൊക്കെ അടിച്ചു വാരി എല്ലാം ജ്യേഷ്ഠയെ കളയാന്നൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. ജ്യേഷ്ഠയെ കളയുക പണ്ടൊക്കെ ഉണ്ടായിരുന്നു അത്. ഇപ്പോൾ ജ്യേഷ്ഠയൊന്നും കളയില്ല, ഇപ്പോൾ എന്നും കളയേണ്ട വേസ്റ്റ് അല്ലേ. അപ്പോൾ ജ്യേഷ്ഠയെ കളഞ്ഞ് മഞ്ഞളും ജ്യേഷ്ഠയും കളഞ്ഞ് ഒരാൾ പോയി കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ കുടിച്ചു വന്ന് മഞ്ഞളും കൊണ്ട് വരും. പെൺകുട്ടികൾ സുമംഗരികളോ കന്യകമാരോ. എന്നിട്ട് വീട്ടിലേക്ക് കയറുന്ന ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും പ്രാവർത്തികമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മാസമായാലും മലയാളം മാസമായാലും 1-ാം തീയതി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനമൺ സ്റ്റിക്ക് പൊടിച്ചു വയ്ക്കുക. സിനമൺ സ്റ്റിക്ക് പൊടിച്ചു വെച്ചിട്ട് ഏത് 1-ാം തീയതി മലയാളം മാസമായാലും ഇംഗ്ലീഷ് മാസം 1-ാം തീയതി ഡോർ തുറക്കുമല്ലോ, ഫ്രണ്ട് ഡോർ തുറക്കുമ്പോൾ വരലക്ഷ്മി വാ വാ എന്ന് പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞ് എന്നിട്ട് നമ്മൾ ഈ സിനമൺ സ്റ്റിക്കിൻ്റെ പൊടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അകത്തേക്ക് ഊതി കളയും. ധനം വരട്ടെ എന്ന് പറഞ്ഞിട്ട് കുബേരലക്ഷ്മി വാ വാ എന്ന് പറഞ്ഞിട്ട് ധനം വരാൻ വേണ്ടിയിട്ട്. ധനമാണല്ലോ എല്ലാവർക്കും വേണ്ടത്. ധനം ഉണ്ടെങ്കിലേ എല്ലാ കാര്യം നടക്കുള്ളൂ. പണമില്ലാത്തവൻ പിടം എന്നാ പറയുക. പണമാണല്ലോ അത്യാവശ്യം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സാത്വികമായ രീതിയിൽ ധനമുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം. നമ്മൾ സമുദായത്തിൽ അംഗീകരിക്കണമെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിലും എല്ലാം ധനം വേണം. പണമില്ലാത്തവൻ പിടം എന്നാണ് പറയണത്, അതാ പറയുക. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാത് കഴിഞ്ഞു രാമായണം വായിച്ചു. കർക്കിടക മാസം 31-ാം തീയതി രാമായണമൊക്കെ തീർന്നു. ചിങ്ങമാസം 1-ാം തീയതി അഭിഷേകം ചെയ്യും. ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അഭിഷേകം ചെയ്യും. ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കും. നമ്മൾ നേദ്യമൊക്കെ പോയി പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് പ്രാർത്ഥിച്ച് ആ മാസത്തെ എല്ലാ ഇതും കഴിഞ്ഞു ശ്രീരാമന് അഭിഷേകം ചെയ്തു. നമുക്ക് അതുപോലെ ഐശ്വര്യം വരും എന്നാണ് സങ്കല്പങ്ങൾ. സത്യമാണ് കേട്ടോ. ഇപ്പോൾ ചിങ്ങമാസത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓണം വരുന്നത്. ചിങ്ങമാസത്തിൽ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മലയാളികളെല്ലാം സകലർക്കും ഒരാഘോഷമാണ്. മലയാളി എവിടെയുണ്ടോ അവിടെ ഓണാഘോഷമുണ്ട്. അത്രയും പ്രധാനമാണ് ചിങ്ങമാസത്തിൽ ഓണം. ആ ചിങ്ങമാസത്തിൽ ഓണത്തിൽ ചിങ്ങമാസത്തിൽ ധാരാളം ചിലവ് വരുന്ന സമയമാണ്. പുതുവസ്ത്രങ്ങൾ മേടിക്കണം, ഓണസദ്യ ഒരുക്കണം, ഗസ്റ്റ് ഉണ്ടാവും, വരുന്നവർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്പനികൾ നടത്തുന്നവർക്ക് ബോണസ് കൊടുക്കണം, വീട്ടിൽ ജോലിക്കാർക്ക് ഒരു മാസം ശമ്പളം കൊടുക്കണം. എല്ലാം കൊണ്ടും ധാരാളം ധനം ആവശ്യമുള്ളൊരു മാസമാണ് ചിങ്ങമാസം. അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് 1-ാം തീയതി തന്നെ നമ്മൾ ധനം വരാനുള്ള കാര്യങ്ങൾ ചെയ്യണം. 1-ാം തീയതി ഏത് ദിവസമാണ് വരുന്നതെന്ന് നോക്കണം. ചിങ്ങമാസം 1-ാം തീയതി നമ്മുടെ വ്യാഴാഴ്ചയാണോ ഞാൻ ഓർക്കണില്ല. ഞായറാഴ്ച സൺഡേ ആണ് ഇത്തവണ. ഓഗസ്റ്റ് 17-നാണ് ചിങ്ങമാസം 1-ാം തീയതി. സൺഡേ ആണ്. സൺഡേ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ദിവസമാണ്, സൂര്യൻ്റെ ദിവസമാണ്. അന്ന് രാവിലെ എഴുന്നേറ്റ് വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും കൊണ്ട് വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി നെയ്വിളക്ക് കത്തിക്കണം. 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ഓണം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസം 1-ാം തീയതി കർഷകർക്ക് ഒരു ദിവസം. നമുക്ക് മലയാളികളുടെ ഒരു പുതുവത്സരമാണ് ചിങ്ങമാസം 1. ജനുവരി 1 പോലെ പ്രാധാന്യമുള്ളതാണ് ചിങ്ങമാസം 1. അപ്പോൾ ഈ നെയ്വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ദേവീ പൂജയൊക്കെ ചെയ്തു വരുമ്പോൾ ആ വീട്ടിലേക്ക് സമൃദ്ധിയായിട്ട് ധനം വന്നുകൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വേണ്ടത്. ഇപ്പോൾ ജൂലൈ 31 ആയാലും കർക്കിടക 31 ആയാലും ആ ലാസ്റ്റ് ദിവസം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ലാസ്റ്റായിട്ട് നമ്മൾ പറയണം, പ്രകൃതിയെ നോക്കി പറയണം, സോറി സോറി സോറി, അല്ലെങ്കിൽ ക്ഷമിക്കൂ. ആരോടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മനസ്സാ വാച തെറ്റ് ചെയ്തെങ്കിൽ ക്ഷമിക്കണം എന്ന് 3 പ്രാവശ്യം പറയാം. എന്നിട്ട് നീ താങ്ക് യു പറയുക. ഈ നമ്മൾ ആരെ കണ്ടിട്ടില്ല, പക്ഷെ പ്രകൃതിയോട് പറയുമ്പോൾ പ്രകൃതി അത് ഏറ്റെടുത്തോളും. താങ്ക് യു പറഞ്ഞ ശേഷം
ഒരു ശുഭദിനം ശുഭവർഷത്തേക്ക് നമ്മൾ ശുഭവർഷത്തെ വരവേൽക്കുമെന്ന് പറഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ, കാരണം വിഷുവിനാണ് നമ്മൾ പ്രാധാന്യമുണ്ടെങ്കിലും ചിങ്ങമാസത്തിൽ എല്ലാ ഒന്നാം തീയതിക്ക് പ്രാധാന്യമുണ്ട്. വാതിൽ തുറന്ന് വരലക്ഷ്മി വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ചിരമൻ ചെക്കിൻ്റെ പൊടി പൊടിച്ചിട്ട് സകലം പൊടിയിട്ട് അകത്തേക്ക് ഊതി വിടുക. പുറത്തുനിന്ന് അകത്തേക്ക് ഊതി വിടുക. വരലക്ഷ്മി, അതായത് കുബേരലക്ഷ്മിയെ നമാന്ന് പറയുന്നത്. ഓം ഐം ഹ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമഗ്രഹേ ധനം വാസയ വാസയ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ധനം ഒരു വസ്തു പ്രാധാന്യമാണ്. അന്നത്തെ ദിവസം കല്ലുപ്പ് വാങ്ങിക്കണം, മഞ്ഞപ്പൊടി വാങ്ങിക്കണം, പാല് വാങ്ങിക്കണം, മുല്ലപ്പൂ വാങ്ങിക്കണം. ഇതെല്ലാം കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് നല്ലതാണ്. അരി വാങ്ങിക്കുക, ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ ഞായറാഴ്ച കൊണ്ടുവരുന്ന നല്ലതാണ്, കൊടുക്കരുതാണ് കൊണ്ടുവരുന്നത്. പിന്നെ പല അസുഖം ബുദ്ധിമുട്ടൊക്കെയാണ് നമ്മൾ പൈസ കൊടുത്ത് തെറ്റില്ല. പക്ഷേ മാക്സിമം കടം കൊടുക്കുകയോ കടം വാങ്ങിക്കുകയോ അതിൽ ചെയ്യുക. ഹോസ്പിറ്റൽ കേസുകളിൽ പെടാതിരിക്കുക. അവരിപ്പോൾ നിവൃത്തിയിൽ പോവും, പക്ഷേ മാക്സിമം ഹോസ്പിറ്റൽ കേസുകളിലൊന്നും പോകാതിരിക്കുക. മരുന്ന് വാങ്ങിക്കുക, മരുന്നിനൊന്നും പൈസ ചിലവാക്കരുത്. ഇരുമ്പ് മരുന്നൊന്നും വാങ്ങിക്കരുതാണ്. ഇതൊക്കെയാണ് പഴയ കാലത്തെ ആചാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. പാല്, കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. പാല്, കല്ലുപ്പ്, മഞ്ഞപ്പൊടി, മുല്ലപ്പൂവ്, ഇതൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടിരുന്നത് വളരെ നല്ല ഐശ്വര്യമാണ്. എണ്ണയൊന്നും വാങ്ങിക്കരുത്, എണ്ണ ശനിയാണ്. എള്ളൊക്കെ ശനിയാണ്, അതൊന്നും മേടിക്കരുത്. ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് പൂജാമുറി വച്ച ശേഷം നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ വളരെ ഐശ്വര്യമുള്ള തരുന്നൊരു സംഭവമാണ്. അപ്പം നമ്മൾ 1-ാം തീയതി എന്ത് ചെയ്യുന്നു, ഏതൊന്നാം തീയതി ആയാലും 1-ാം തീയതി എന്താണോ ചെയ്യുന്നത് ആ മാസത്തെ മുഴുവൻ ഫലം ഉണ്ടാവുക. മലയാളം ഒന്നായാലും ഇംഗ്ലീഷ് ഒന്നായാലും 1-ാം തീയതി എന്ത് ചെയ്യുന്നു, ഉച്ച വരെ എന്ത് ചെയ്യുന്നു, അതായിരിക്കും അന്നത്തെ ഫലം. ഉച്ച കഴിഞ്ഞ് പിന്നെ പ്രശ്നമില്ല. അന്നത്തെ ഫലം വരുന്നത് അതാണ്. ആ വർഷത്തെ അല്ലെങ്കിൽ ആ മാസത്തെ ഫലം നമുക്ക് അനുഭവിക്കുന്നത് അതായിരിക്കും. ഗ്ലാസ്സുകളൊന്നും പൊട്ടരുത്. ഗ്ലാസ് പൊട്ടിയ ചോര പിടിക്കുക അതൊന്നും ചെയ്യാതെ ശ്രദ്ധിക്കുക. ശ്രദ്ധയുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ശ്രദ്ധയില്ലാത്തപ്പോഴാണല്ലോ ഇതൊക്കെ പൊട്ടിപ്പോണതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വന്നിരിക്കും. മഹാലക്ഷ്മി അസ്ഥിരയാണെന്നാണ് പറയുന്നത്. പക്ഷേ മഹാലക്ഷ്മി സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കാനായിട്ട് നമ്മളെപ്പോഴും വൃത്തിയും വെടുപ്പുള്ളടത്ത് ലക്ഷ്മി ദേവി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചേട്ടത്തി വരും. ചേട്ടത്തി വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചിങ്ങമാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ചിങ്ങമാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടക്കൂറുകാർക്ക് ഇപ്പോൾ 7 ശനിയും വ്യാഴം 3-ലൊക്കെ നിൽക്കുന്ന സമയം തന്നെ അത് മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച സമയം അത്ര ഗുണമൊന്നുമല്ല. എങ്കിലും അവരിതുപോലെ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.